ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ നിന്ന് വിളിച്ചിട്ടില്ല. പല സ്റ്റാഫിനും പല സാലറിയാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിൽ ഇപ്പം നഴ്സുമാരല്ല ഡ്യൂട്ടി എടുക്കുന്നത്. CHST സ്റ്റാഫ്, അതുപോലുള്ള സ്റ്റാഫുകൾ, ANM സ്റ്റാഫ്, അങ്ങനെയുള്ള സ്റ്റാഫുകളാണ്. നഴ്സുമാരും ഇല്ല. മരണക്കിടക്കയിൽ നിന്ന് സിസ്റ്റർ ലിനി തന്റെ പ്രിയപ്പെട്ടവനെഴുതിയ ആ കത്ത് ഓർമ്മയില്ലേ? ജീവനും ജീവിതവും നിരാലംബരായ മനുഷ്യർക്ക് വേണ്ടി നീക്കിവെച്ച എത്രയോ മാലാഖമാരുടെ നേർസാക്ഷ്യം. പക്ഷേ പൊള്ളയായ പാടിപ്പുകഴ്ത്തുകൾ കൊണ്ട് അടുപ്പഴിയാതെ വന്നപ്പോഴാണ് പണ്ടും ഇപ്പോഴും അവർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നത്. 20 വർഷമായി ജോലി ചെയ്തിട്ടും അടിസ്ഥാന ശമ്പളം 20,000 രൂപ എത്തിയിട്ടില്ല എന്ന് ഇന്നും അവർ പറയുന്നുണ്ടെങ്കിൽ അവരെ കേൾക്കേണ്ട കടമ ആശുപത്രി മാനേജ്മെന്റുകൾക്കുണ്ട്. മുതലാളിമാർക്ക് മുന്നിൽ മുട്ടിലിടേണ്ടവരല്ല എന്ന ബോധ്യത്തിൽ ആവശ്യങ്ങൾ നേടും വരെ സമരം എന്നവർ പറയുമ്പോൾ അത് അന്തസ്സോടെ ജോലി ചെയ്യാനുള്ള അവകാശ പോരാട്ടം കൂടിയാണ്. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നിങ്ങളോട് മാത്രം ഐക്യപ്പെടുമ്പോഴും കാരുണ്യത്തിന്റെ മാലാഖമാരെ, നിങ്ങളുടെ കടപ്പാട് നിങ്ങളുടെ മുന്നിലെത്തുന്ന നിരാലംബരായ മനുഷ്യരോടുമാകണ്ടേ. ചികിത്സ നിഷേധിക്കപ്പെട്ടെന്ന ഒരു മനുഷ്യന്റെയെങ്കിലും കണ്ണീര് കൊണ്ട് നിങ്ങളുടെ സമരം കളങ്കപ്പെട്ടാൽ ഈ നാട്ടിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഒന്നാകെ വിഴുങ്ങാൻ കാത്തുനിൽക്കുന്ന കഴുകന്മാർക്കാകും അത് അവസരമാകുക എന്നതുകൂടി നിങ്ങൾ തിരിച്ചറിയണം. സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്ന അത്ര തന്നെയോ അതിൽ കൂടുതലോ ആളുകൾ കേരളത്തിൽ പ്രൈവറ്റ് ആശുപത്രിയിലും എത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ. ബ്ലാക്ക് സ്റ്റോണും KKR-ഉം പോലുള്ള വൻകിട പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികൾ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിലേക്ക് കോടികൾ പമ്പ് ചെയ്യുമ്പോൾ ആ പ്രളയത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ പോകുന്നത് ചെറിയ പ്രൈവറ്റ് ആശുപത്രികൾക്കും ക്രമേണ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒന്നാകെയുമാണ്. സാധാരണക്കാരന് ആശ്രയിക്കാവുന്ന പ്രൈവറ്റ് ആശുപത്രികൾ ഇവിടെ നിലനിൽക്കേണ്ടത് സാധാരണക്കാരന്റെ കൂടി ആവശ്യമാണ്. എന്നുകരുതി കൂലി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നവരെ പൂട്ടിയിടാനും പിരിച്ചുവിടാനുമാണ് തീരുമാനമെങ്കിൽ ഒരുമിച്ച് തെരുവിലിറങ്ങും ഈ നാട്. എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നു. തെരുവിൽ തുടരേണ്ടവരോ മാലാഖമാർ. ഇന്നീ ചർച്ചയിൽ ചേർന്നവർ ജാസ്മിൻ ഷാ, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ്, ഡോക്ടർ അൻവർ അലി, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ പ്രതിനിധി, ഒപ്പം തന്നെ ഡോക്ടർ സോയ ജോസഫ് കോൺഗ്രസിൽ നിന്നും, രാജേഷ് ചിറപ്പാട് ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ ജാസ്മിൻ ഷായിലേക്കാണ് പോകുന്നത്. ജാസ്മിൻ ഷാ, സ്വാഭാവികമായും നിങ്ങളുടെ സമരത്തിനോട് വലിയ ഐക്യദാർഢ്യം സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കണ്ടില്ലേ, ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. എസ്മ പ്രയോഗിക്കാനുള്ള നിർദ്ദേശം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. അത് നടപ്പിലാക്കാനുള്ള ചുമതല തൊഴിൽ വകുപ്പിനോട് നിർദ്ദേശിക്കുകയാണ് എന്ന് പറയുമ്പോൾ സർക്കാരിനോട്. സ്വാഭാവികമായും ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ ഈ സമരം തുടരാനാകില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കോടതിയുടെ ഈ ഇടപെടൽ. എന്താണ് വരും ദിവസങ്ങളിൽ സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം? അതെങ്ങനെയാണ്, എങ്ങനെ തുടരാനാകുമെന്നതാണ് പ്രതീക്ഷ? യഥാർത്ഥത്തിൽ കോടതിയുടെ ഇടപെടൽ ഞങ്ങൾക്കെതിരാണ് എന്നുള്ളൊരു ചിന്താഗതി ഞങ്ങൾക്കില്ല. കാരണം കോടതിയിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കെതിരെ എസ്മ പ്രയോഗിക്കണമെന്നുള്ളതാണ്. ഞങ്ങളുടെ സമരം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാണ്. എന്നാൽ ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് അത്യാഹിത അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകളെ തടയരുത് എന്നാണ്. ഞങ്ങൾ ഒരിക്കലും തടയാറില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ സമരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സമാധാനപരമായി ഒന്നിൽ കളക്ടറേറ്റിൻ്റെ അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ആശുപത്രിയുടെ പരിസരത്ത് പോലും കൃത്യമായി ഇരിക്കാത്തത് നാളെ അതൊരു ആരോപണമായി ഉയരും എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ സംബന്ധിച്ചോളം നിങ്ങൾ നോക്കേണ്ടത് കോടാനുകോടി ആസ്തിയുള്ള ശതകോടീശ്വരന്മാരായുള്ള കോർപ്പറേറ്റുകളാണ് ഇവിടെ ആശുപത്രിയിലേക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബ്ലാക്ക് സ്റ്റോൺ 20,000 കോടിക്കാണ് ആസ്റ്റർ ഗ്രൂപ്പിനെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ 10,000-3,000 കോടിക്കാണ് ബേബി മെമ്മോറിയൽ ഗ്രൂപ്പിനെ KKR എടുത്തുള്ളത്. അപ്പോൾ ഇവരാണ് ഇപ്പോൾ KPH എന്ന് പറഞ്ഞ സംഘടനയെ പോലും നിയന്ത്രിക്കുന്നത്. ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവരാണ് 1,333 രൂപ, 40,000 രൂപ അടിസ്ഥാന ശമ്പളം നൽകില്ല എന്ന് പറയും. ആദ്യം ഇവർ പറഞ്ഞത് എന്താ നമുക്കറിയാം. ഈ ആസാദ് മൂപ്പനടക്കം ആസ്റ്റർ ഗ്രൂപ്പ് അടക്കം വലിയ പരസ്യം നൽകി, ഗവൺമെൻറ് വിജ്ഞാപനം വരട്ടെ, ഞങ്ങൾ കൊടുക്കാം എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, ഈ പറയുന്ന ഇവർ പറഞ്ഞൊരു കാര്യം, സർക്കാരിന് മാനേജ്മെൻറ്റിൽ പറഞ്ഞത് സർക്കാരിന് വിജ്ഞാപനം ഇറക്കാൻ അധികാരമില്ല എന്നാണ്. എന്നാൽ സർക്കാർ വിജ്ഞാപനം ഇറക്കി ആ വാദം പൊളിഞ്ഞു. യഥാർത്ഥത്തിൽ ഇതിലൊരു പ്രശ്നം കോടതി ചൂണ്ടിക്കാട്ടിയത് തൊഴിൽ വകുപ്പ് ഇടപെടണം എന്നാണ്. ഞങ്ങൾ ആവശ്യം അത് തന്നെയാണ്, തൊഴിൽ വകുപ്പ് ഇടപെടണം. ഈ ആശുപത്രി മാനേജ്മെന്റ് നിയന്ത്രിക്കണം. നിങ്ങൾ കണ്ടതല്ലേ, സമരം ചെയ്യുന്ന നഴ്സുമാരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഉടമ ഡോക്ടർ അലക്സാണ്ടർ നേരിട്ടാണ് കയ്യേറ്റം ചെയ്യുന്നത്. കാരണം അവിടെ
90% സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഈ മേഖലയിൽ അവർ ആ 4 ആശുപത്രി ചുവരുകൾക്കുള്ളിൽ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് നമ്മൾ വീഡിയോയിലൂടെ ഈ സമരസമയത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊന്നുമില്ലാത്ത നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സമയത്ത് ഇവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ എത്രമാത്രമായിരിക്കും? ഡബിൾ ഡ്യൂട്ടി, ഓവർലോഡ്, ഇതെല്ലാം കൊടുത്തുകൊണ്ട് മുമ്പ് 1400-ലധികം സ്റ്റാഫുമാരുണ്ടായിരുന്ന ബേബി മെമ്മോറിയൽ കാലിക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് 600 സ്റ്റാഫാണ്. 2023 1400 സ്റ്റാഫ് ഉണ്ടായിരുന്നു, നേർ പകുതിയോ അതിൽ താഴേക്കോ. അതുപോലെ തന്നെ ആസ്റ്റർ, നിങ്ങൾ കൊച്ചിയുടെ കാര്യം എടുത്ത് നോക്കൂ, 1800ഓളം സ്റ്റാഫുള്ളടത്ത് 1100 പേര്. അവർക്ക് കൊടുക്കുന്ന ശമ്പളമോ, അവർ 20,000 രൂപ അടിസ്ഥാന ശമ്പളം എന്നുള്ളത് 2018 പരിഷ്കരിച്ച സംഭവമാണ്. ഇപ്പോൾ ഗവൺമെൻറ് വിജ്ഞാപനം ഇറക്കിയത് 2013 60%. 2018 പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഇവരുടെ ഒരു സ്വാധീനം സകല മേഖലയിൽ ഞങ്ങൾ കാണുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവർ വെല്ലുവിളിച്ചത് എന്താ? UN തകർക്കും, സംഘടനയെ തകർക്കും. പ്രഖ്യാപിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ MD ആണ്, KKR കോർപ്പറേറ്റുകളുടെ. ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളെ, നിങ്ങൾ ജയിലറ കാണേണ്ടി വരും. ജയിലറ കാണുമെന്ന് തന്നെ ഭയപ്പെടുത്തിയാൽ ഭയപ്പെടുന്നവരാണ് UN പ്രവർത്തകരും നേതാക്കളും എന്നുള്ള ചിന്താഗതി ഇവിടുത്തെ ഏതെങ്കിലും കോർപ്പറേറ്റ് മാനേജർക്കുണ്ട്. അത് വേണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 490 ആശുപത്രികളാണ് സമരം നടന്നത്. 422 ആശുപത്രികൾ ഇന്ന് ഒപ്പിട്ടു. നാളെ 14 ആശുപത്രികൾ ഒപ്പിടും. ഇവിടെ ഒപ്പിടാത്തത് നിങ്ങൾ നോക്കിയാൽ ചെറുകിട മീഡിയം ആശുപത്രികളല്ല ഒപ്പിടാത്തത്, വൻകിട കോർപ്പറേറ്റുകളാണ് ഒപ്പിടാത്തത്. KKR ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള 7 ആശുപത്രികളും ഒപ്പിട്ടിട്ടില്ല. ആസ്റ്റർ ഗ്രൂപ്പിലുള്ള 8 ആശുപത്രികളും ഒപ്പിട്ടിട്ടില്ല. അങ്ങനെ ഇവിടുത്തെ വൻകിട ആൾക്കാരെ 1333 രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് 100ഓളം പേരെയാണ് ഇവരെടുക്കാൻ തീരുമാനിച്ചത്. ഇവർ പ്രഖ്യാപിച്ചല്ലോ ഞങ്ങൾ പുതിയ നഴ്സുമാരെ എടുക്കുന്നു. 100 നഴ്സുമാർ ബേബി മെമ്മോറിയലിൽ 2000 രൂപ വെച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് വന്ന് ജോയിൻ ചെയ്ത് 2 പേരാ. ബാക്കി 98 പേരും തിരിച്ചുപോയി. മൈത്ര ആശുപത്രി 3500 രൂപ ദിവസവേതനം കൊടുക്കാമെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ന്യായമായ സമരം നടത്തുന്ന ഞങ്ങൾ ചോദിക്കുന്ന 1333 രൂപയാണ്, അത് കൊടുക്കാൻ ഇവർ തയ്യാറാവുന്നില്ലല്ലോ? ഈ വിജ്ഞാപനം ഇറക്കിയ അന്ന് KPHA പറഞ്ഞില്ലേ ഞങ്ങൾ എന്താണ് ഇത് കൊടുക്കില്ല. നിങ്ങൾ നോക്കൂ, ആദ്യം ഒപ്പിട്ട ആശുപത്രി തൃശ്ശൂരിലെ സൺ ഹോസ്പിറ്റലാണ്, പ്രതാപ് ഉറക്കിയുടെ നേതൃത്വത്തിലുള്ള ആശുപത്രി. ദയ ആശുപത്രിയാണ് തൃശ്ശൂരിലെ, ഡോക്ടർ അബ്ദുൾ അസീസിൻ്റെ നേതൃത്വത്തിലുള്ള ആശുപത്രി, ഡോക്ടർ പ്രകാശിൻ്റെ നേതൃത്വത്തിലുള്ള എലൈറ്റ് മിഷൻ ആശുപത്രി, അതുപോലെ തന്നെ ഡോക്ടർ അക്കീമിൻ്റെ നേതൃത്വത്തിലുള്ള മദർ ആശുപത്രി. ഇതെല്ലാം ചെറിയ ചെറിയ ആശുപത്രികളാണ്. അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ആശുപത്രി എന്നുള്ളതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ആശുപത്രി വലിയ രീതിയിൽ ഈ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. കിംസ് ഇപ്പോൾ അവരുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 500 ബെഡുള്ള ആശുപത്രിയുണ്ട്, 3 ആശുപത്രിയുണ്ട്. കരുനാഗപ്പള്ളി കിംസ്, അതുപോലെ തന്നെ നമ്മുടെ അവൈറ്റിസ് കിംസ്, അവർ അടുത്ത മാസം പ്രവർത്തനം, പക്ഷെ അവർ ഒപ്പിട്ടു ആ ആശുപത്രിയും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ശ്രീചന്ദ് കിംസ്, ഇവരെല്ലാം ആദ്യഘട്ടത്തിൽ ഒപ്പിട്ടു. ഇന്ന് നോക്കൂ, ചാരിറ്റി ആശുപത്രിയായിട്ടുള്ള ബിലീവേഴ്സ് ആശുപത്രി അവരൊപ്പിട്ടു. അതുപോലെ തന്നെ സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രി. ഞാൻ അതാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജാസ്മിൻ ഷാ ഉൾപ്പെടെ പറയുന്ന നഴ്സുമാരുടെ എല്ലാ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളോടും പൂർണ്ണമായും അനുഭാവപൂർവമായ സമീപനം തന്നെ സ്വീകരിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ, ഇതിൽ ബുദ്ധിമുട്ടേണ്ടി വരുന്നത് ആരാണ് എന്നതുള്ളതാണ് ജാസ്മിൻ ഷാ. ഇന്നിപ്പോൾ കോടതി പോലും ആ നിലയിലാണ് അതിനകത്തൊരു ഇടപെടൽ നടത്തുന്നത്. ഇപ്പോൾ ഒപ്പിടാത്ത ആശുപത്രികളിൽ ഈ അടിയന്തര സാഹചര്യങ്ങൾ ഉൾപ്പെടെ മുടക്കിക്കൊണ്ടുള്ള സമരം തുടരും എന്ന ആ ഒരു രീതിയിൽ അതിലൊരു മനുഷ്യത്വ വിരുദ്ധതയില്ല. എങ്ങനെയാണ് ഇവരെ വിശ്വസിച്ച് ഞങ്ങൾ ജോലിക്ക് ആളെ കൊടുക്കുക? നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം KKRൽ ഞങ്ങൾ ആളുകളെ കൊടുത്തപ്പോൾ അവരെ റൂമിൽ പൂട്ടിയിടുന്നു, അവരെ അസഭ്യം പറയുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. എന്ത് പ്രൊട്ടക്ഷനാണ് നഴ്സുമാർക്കുള്ളത്? ഞങ്ങൾ പറഞ്ഞല്ലോ ഒപ്പിടാതെ ഞങ്ങൾ ജോലിക്ക് കയറാം. സമ്മതിക്കും ഇവരെ? ഇല്ല. ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പിച്ചക്കാശ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ രോഗികളെ പരിചരിക്കാം. ഇന്നലെ ഈ പറയുന്ന ബേബി മെമ്മോറിയൽ ആശുപത്രിനെ ഒരു രോഗിയുടെ ബന്ധുക്കൾ ഞങ്ങൾ വന്ന് സമരപ്പന്തൽ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ ചികിത്സിക്കാൻ ഞങ്ങൾക്ക് LOP ആയിക്കോട്ടെ, നിങ്ങളെ രോഗികളെ ഞങ്ങൾ അതിവർ സമ്മതിക്കില്ല. ഇവിടെ രോഗികൾ മരണപ്പെടണമെന്ന്, രോഗികളെ വിറ്റും പണമുണ്ടാക്കണമെന്നും ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ കോർപ്പറേറ്റ് പ്രൈവറ്റ് ആശുപത്രികളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തുകൊണ്ടൊരു മനുഷ്യത്വമില്ലാതെ പോകും. നിങ്ങൾ നോക്കൂ, സ്വന്തം ജീവനക്കാരോട്, അവിടെ രാപ്പകൽ കണ്ണ് ചിമ്മാതെ പണിയെടുക്കുന്ന ജീവനക്കാരോട്, അതായത് വർഷങ്ങളായിട്ട് പണിയെടുക്കുന്ന ജീവനക്കാരോട് ഒരു ആശുപത്രി മാനേജ്മെൻറ്റ് കാണിച്ചത് നിങ്ങൾ കണ്ടു. കൊച്ചിയിലെ ആസ്റ്റർ മാനേജ്മെൻറ്റ് എന്താ ചെയ്തത്? സെക്യൂരിറ്റി ആൾക്കാരെ ഗുണ്ടകളാക്കി കൊണ്ടുകൊണ്ടുവന്നു, നഴ്സുമാരെ ബലമായിട്ട് ഹോസ്റ്റലിൽ നിന്ന് കയറ്റുന്നു, അവരെ ബലമായിട്ട് ഇറക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഗുണ്ടായുസം കാണിക്കുന്നത്? ഇതിനു വേണ്ടി ചെലവാക്കുന്ന പണം, ഇവർ വക്കീലമാരെ കൊണ്ടിറക്കാൻ ചെലവാക്കുന്ന പണം, അല്ലെങ്കിൽ സമരം പൊളിക്കാൻ സകലമാന ആളുകൾക്കും കൊടുക്കുന്ന പണം, ഈ പണം പോരെ ഈ 1333 രൂപ വെച്ചിട്ട്
കൊടുക്കാൻ. ഇവർ പറഞ്ഞല്ലോ ഒരു ദിവസം കേരളത്തിൽ 200 കോടിയോളം രൂപ നഷ്ടമാകുന്നു എന്ന് ഇവരുടെ അസോസിയേഷൻ ആൾക്കാർ തന്നെ പറയുന്നു. ഒരു ഭാഗത്ത് ഈ 200 കോടി വേണ്ടല്ലോ, ഈ പറയുന്ന ഒരു ദിവസത്തെ നഷ്ടമാണ് ഇവർ പറയുന്നത്. മാർച്ച് 4-ന് നമ്മൾ സമരത്തിന് പോയപ്പോൾ ഇവർ പറയുന്നു ഒരു ദിവസം 200 കോടി നഷ്ടമുണ്ടായി. അപ്പോൾ ഈ 200 കോടി വേണ്ടല്ലോ കേരളത്തിലെ മുഴുവൻ നഴ്സുമാർക്കും 40,000 രൂപ അടിസ്ഥാന ശമ്പളമായി കൊടുക്കാൻ. ഞങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അനുകൂലമായി ഇവിടെ 600 രൂപയ്ക്കും 700 രൂപയ്ക്കും പണിയെടുക്കുന്ന നഴ്സുമാർ, അല്ലെങ്കിൽ ഇന്നും ട്രെയിനി ശമ്പളം 10,000 രൂപയാണ്. ലേക്ഷാർ ആശുപത്രിയിലെ ട്രെയിനികളുടെ ശമ്പളം നോക്കൂ. ലേക്ഷാർ ആശുപത്രി പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലല്ലേ, 10,000 രൂപയല്ലേ അവിടെ ട്രെയിനികൾ കൊടുക്കുന്നത്. ഒരു കാലാനുസൃതമായ മാറ്റം പോലും വരുത്താതെ ഈ മുന്നോട്ട് പോകുക എങ്ങനെ നഴ്സുമാർ അതിജീവിക്കും? ഇവിടെ ഗ്യാസിന്റെ വില കൂടുന്നു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില കൂടുന്നു. എങ്ങനെ നഴ്സുമാർ ജീവിക്കും? അവരൊരു കുടുംബത്തിന്റെ അന്നദാതാക്കളല്ലേ. അവരെ നോക്കിക്കൊണ്ടൊരു കുടുംബം കഴിയല്ലേ. അവർക്ക് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന് പറയുമ്പോൾ ഈ വിശ്രമവും വിനോദവും നഴ്സുമാർക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആനുവൽ ലീവ് എന്ന് പറഞ്ഞ് 12 ആനുവൽ ഒരുമിച്ചെടുക്കാനുള്ള അധികാരം ഉണ്ടായിട്ടുണ്ടോ? പ്രസവ ലീവ് പോലും കൃത്യമായി കൊടുക്കാത്ത ആശുപത്രികളിലെ മഹാഭൂരിപക്ഷം UNA യൂണിറ്റുകൾ ഞങ്ങൾ പ്രതിരോധം തീർക്കുന്നവർ കുറച്ചും കൂടി മെച്ചപ്പെട്ട സ്ഥിതിയുണ്ട്. UNA യൂണിറ്റ് ഇല്ലാത്ത ഒരു ആശുപത്രി നിങ്ങൾ പോയി നോക്കൂ. ഇന്നും ഇവർ ചെറുകിട എന്ന് പറയുമ്പോൾ ഇന്നും 5,000 രൂപയ്ക്കും 6,000 രൂപയ്ക്കും 7,000 രൂപയ്ക്കും പണിയെടുക്കുന്ന നഴ്സുമാർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. പറയുന്നത് പോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ വളരെയധികം മനുഷ്യത്വപരമായ അത്തരം വശം സമരത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളിലുണ്ട്. ഞാൻ മടങ്ങി വരാം. ശ്രീ അൻവർ അലി, നോക്കൂ, ഇന്നിപ്പോൾ ചില പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ വേണമെങ്കിൽ മുഴുവൻ ആളുകളെയും പിരിച്ചുവിട്ട് പുതിയ ആളുകളെ നിയമിക്കും എന്നതുപോലെയൊക്കെ ഒരു സമീപനമാണ് മാനേജ്മെന്റുകൾ സ്വീകരിക്കുന്നത് എന്നത് തോന്നുകയാണ്. ഇവിടെ ഇപ്പോൾ നോക്കൂ, സമരക്കാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്താണ്? 2017 ഇതിന് മുൻപ് ഒരു വർധനവ് ഉണ്ടാകുന്നതിൽ നിന്നും ഏകദേശം 10 വർഷത്തിലേക്ക് എത്തുമ്പോഴും പിന്നീട് ഒരു വർധനവും അവർക്ക് ഉണ്ടാകുന്നില്ല. 10 വർഷം മുൻപുള്ള ജീവിത സാഹചര്യങ്ങളാണോ ഇപ്പോഴുള്ളത്? ഉറപ്പായും അല്ലല്ലോ. അപ്പോൾ മെച്ചപ്പെട്ട ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ അതിനനുസൃതമായ കൂലി, വേതനം ലഭിക്കേണ്ടത് അവരുടെ ആവശ്യമല്ലേ? ആ ആവശ്യമല്ലേ അവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഇതില് കുറച്ച് നേരത്തെയാണ് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു ചേർത്ത് KPHA ഭാരവാഹികൾ അതിൻ്റെ ഈ സമരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ പ്രധാനമായും ഒരു അരമണിക്കൂറോളം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചതിൽ പുറത്തു വന്നിരിക്കുന്നത് ഫോക്കസ് ചെയ്തിട്ടുള്ളത് നഴ്സുമാരെ സ്ട്രൈക്കിന് പോകുന്ന നഴ്സുമാരെ പിരിച്ചുവിടും എന്നുള്ളൊരു ടാഗ് ലൈൻ മാത്രമാണ്. അത് ശരിയായ ഒരു രീതി, അവതരണ രീതിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ല ശ്രീ അൻവർ അലി, ഞാൻ പ്രസ് മീറ്റ് കണ്ടതാണ്. അങ്ങനെ ഒരു വാചകം പറഞ്ഞ ശേഷം താങ്കൾ അത് ഇങ്ങനെയല്ല കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നതും കേട്ടതാണ്. പക്ഷേ ആ പ്രസ് മീറ്റിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല കേട്ടോ ആ ചോദ്യം. ഈ സമരം നടത്തുന്ന ആശുപത്രി മാനേജ്മെന്റുകൾ കഴിഞ്ഞ ദിവസം നഴ്സുമാരോട് സ്വീകരിച്ച സമീപനം നമ്മൾ കണ്ടതാണ്. പിന്നീട് അത് തിരുത്തേണ്ടി വന്നു. അത് സമരത്തിന്റെ ചൂടാണ്, അതുകൂടി ഓർക്കണം. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ ചോദ്യം. അല്ല, നമ്മൾ ഈ ആശുപത്രി നടത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നഴ്സുമാർ. അത് ആശുപത്രിയിലെ ഒരു ഘടകം മാത്രമാണ്. എല്ലാ ഡോക്ടർമാരും മുതൽ സ്വീപ്പർമാരും അറ്റൻഡേഴ്സും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫും എല്ലാവരും ഉൾപ്പെട്ടതാണ് ആശുപത്രി നടത്തുന്നതിൽ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും മിനിമം വേതനം പുതുക്കുന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2018 ശേഷം 2026 കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് പുതിയൊരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അത് തന്നെ ഹയർ ഒരു ലെവലിലാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ചെറിയ ഹോസ്പിറ്റൽസ് ഉണ്ട്. എന്നാൽ പോലും അത് പുറത്തിറക്കിയ ശേഷവും ഈ ഒരു സമര രീതിയായിട്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? സാധാരണഗതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ, മിനിമം വേജസ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് സാധാരണഗതിയിൽ ഒരു നടപടിക്രമമുണ്ട്. അതിന് ആക്ഷേപം ക്ഷണിക്കൽ, അതിനുശേഷം അതിൻ്റെ ഫൈനൽ വിജ്ഞാപനം വരും. ആ വിജ്ഞാപനം വരുന്നതോട് കൂടിയിട്ടാണ് ആശുപത്രികളിൽ ഇല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലായാലും ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ സാധാരണഗതിയിൽ യൂണിയനുകൾ സമരം ചെയ്യാറില്ല. അതുപോലും പരിഗണിക്കാതാണ് ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രികളിൽ ഉള്ള രോഗികൾ, ICUവിൽ കിടക്കുന്ന, അതുപോലെ തന്നെ വെന്റിലേറ്ററിലുള്ള, എമർജൻസി സർജറിക്ക് വിധേയമാകേണ്ട, കാഷ്വാലിറ്റിയിൽ വരുന്ന ഇങ്ങനെയുള്ള രോഗികളൊക്കെ
പിന്നെ അവരെയൊക്കെ ഒരു സർവീസും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ആശുപത്രികൾ പിന്നെ നിശ്ചലമാക്കുന്ന ഒരു രീതി എങ്ങനെയാണ് അവശ്യ സർവീസായിട്ടുള്ള ഹോസ്പിറ്റൽ മേഖലയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ സമരം പിന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ നടക്കുകയുണ്ടായി. പക്ഷേ അവിടെ അത്യാഹിത വിഭാഗവും അതുപോലെയുള്ള അവശ്യ വിഭാഗങ്ങളെല്ലാം നടത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മറ്റു പലയിടത്തും ഇത് തന്നെയാണ് സാധാരണഗതിയിൽ സ്വീകരിക്കാറുള്ളത്. പക്ഷേ ഇവിടെ സാധാരണഗതിയിൽ നിന്ന് വിപരീതമായി ഒരു ഹോസ്പിറ്റലും റൺ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യത്തിൻ്റെ പുറത്ത് എല്ലാ പിന്നെ നഴ്സുമാരും പുറത്തിറങ്ങിക്കൊണ്ട് പിന്നെ സമരം ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം കോടതി ഹൈക്കോടതിയുടെ പിന്നെ ഓർഡറുണ്ട് 26/716/2012. ഇതുപോലെ കഴിഞ്ഞ 2012 തൃശ്ശൂർ സമരങ്ങൾ നടന്നപ്പോൾ അതിലിടപെട്ടുകൊണ്ട് കോടതി ഒരു മീഡിയേഷൻ ഉണ്ടാക്കുകയും ആ മീഡിയേഷൻ്റെ ഭാഗമായിട്ട് അതിൽ പിന്നെ UNA ഉണ്ട്, മറ്റുള്ള അസോസിയേഷനുകളുണ്ട്, എല്ലാവരും കൂടി അംഗീകരിച്ചതും കോടതി ഉത്തരവാക്കിയതുമായിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, 14 ദിവസത്തെ നോട്ടീസ് നൽകാതെ അവശ്യ മേഖല എന്നുള്ള നിലയ്ക്ക് ഈ 14 ദിവസത്തെ നോട്ടീസ് നൽകാതെ സമരം തുടങ്ങരുത്. ആ സമരം വരുന്നത് തന്നെ മറ്റുള്ള മീഡിയേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഫെയിലിയർ ആവുന്ന സമയത്തേക്കാണ് അത് വരേണ്ടത്. അത് മാത്രമല്ല അവശ്യ സർവീസായിട്ടുള്ള ICU, NICU, ലേബർ റൂം, അതുപോലെ കാഷ്വാലിറ്റി പോലെയുള്ള അവിടെ സമരങ്ങൾ പാടില്ല. ഇതാണ് കോടതി ഇറക്കിയിട്ടുള്ള ഓർഡർ. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഇന്ന് ഹൈക്കോടതി ഇടപെടാനുണ്ടായ കാരണവും അത് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു അവശ്യ സർവീസ് ടോട്ടലി നിശ്ചലമാക്കിക്കൊണ്ട് ഒരു പിന്നെ രംഗത്തെ ടോട്ടലും നിശ്ചലമാക്കിക്കൊണ്ടുള്ളൊരു സമര രീതി അത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. ശരി, ഓക്കെ, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. രാജേഷ് ചെറുപ്പാട്, സാധാരണ നിലയിൽ ഏറ്റവും അടുത്ത ആളുകൾ പോലും നമ്മൾ ഈ അവശനിലയിലൊക്കെ ആകുന്ന സമയത്ത് ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യുകയും അത് ആ നിലയിൽ തന്നെ പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നഴ്സുമാർ. സ്വാഭാവികമായും ആ ഒരു പരിഗണന എല്ലാ കാലവും സമൂഹത്തിന് അവരോട് ഉണ്ട് താനും. അതുകൊണ്ടാണല്ലോ ഈ മാലാഖമാർ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ സമരം തുടങ്ങി ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ സർക്കാരിന്റെ ഒരു ഇടപെടൽ വന്നിരുന്നു. മിനിമം വേജസ് അത് കൂട്ടി നൽകാം, അല്ലെങ്കിൽ അത് കൂട്ടി നിശ്ചയിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ വരുന്നു. പക്ഷെ പിന്നീട് ആ ചർച്ച മുന്നോട്ട് പോയത് ഏത് നിലയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഇപ്പോൾ മാനേജ്മെന്റുകൾ ഒരു തട്ടിലും സമരക്കാർ മറ്റൊരു തട്ടിലും നിൽക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന്റെ ഇടപെടലാണ് അവിടെ ഏറ്റവും നിർണായകമാകേണ്ടത്. അങ്ങനെ എന്ത് ഇനിഷ്യേറ്റീവാണ് ഉണ്ടാകുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്? ഇതിനകത്ത് നമ്മൾ കാണേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ആരോഗ്യ മേഖല, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ പൊതുമേഖല എന്നുള്ള ഒരു മേഖലയിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗം വളരെ സജീവമായി വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ആശുപത്രികൾക്കും വലിയ രീതിയിലുള്ളൊരു വളർച്ചയുണ്ടാകുകയും സ്വകാര്യ സംരംഭകർക്ക്, സ്വകാര്യ ആശുപത്രി ആരോഗ്യ മേഖലയിലെ സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തുകയും അവർ പുതിയ ആശുപത്രികൾ സ്ഥാപിക്കുകയും സ്വകാര്യ നേഴ്സുമാർ, സ്വകാര്യ ജീവനക്കാർ ഈ രംഗത്ത് വരികയൊക്കെ ചെയ്യുന്നുണ്ടായി. ഈ സമീപകാലത്തൊക്കെ തന്നെ ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിലെ നേഴ്സുമാർക്ക് എത്ര രൂപയാണ് ശമ്പളം കിട്ടിയെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം. അപ്പോഴാണ് ഗവൺമെൻറ് ഇപ്പോൾ ഒരു സമരം ഉയർന്നു വരുന്നതിൻ്റെ ഭാഗം മാത്രമല്ല, ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഈ പറയുന്ന നേഴ്സുമാരായിട്ടുള്ള അതൊരു തൊഴിലാളി സമീപനമാണത്, ഗവൺമെൻറ്റിൻ്റെ ഒരു തൊഴിലാളി പക്ഷ സമീപനമാണത്. അത് നമ്മൾ കാണണം. അപ്പോൾ ഈ സ്വകാര്യ മേഖലയിലെ മാലാഖമാരായിട്ടുള്ള നേഴ്സുമാർക്ക് വേണ്ടി ഈ പറയുന്ന ഒരു മിനിമം വേതനം ഉണ്ടാകുന്നു, മറ്റ് അലവൻസുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാട് വളരെ പെട്ടെന്ന് തന്നെ എടുക്കുകയാണ്. പക്ഷേ ഇതിനെ ഈ ഒരു കാര്യത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാന ഒരു വിഷയം എന്നുള്ള നിലയിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവരുടെ സമരം പ്രസക്തമല്ല എന്ന് ഞാൻ പറയുന്നില്ല. സമരത്തിന് വളരെ പ്രസക്തിയുണ്ട്. തീർച്ചയായിട്ടും സ്വകാര്യ മേഖലയിലെ ഈ കുത്തകകൾ, ആരോഗ്യ മേഖലയിലെ കുത്തകകൾ കേരളത്തിൻ്റെ പൊതുമേഖല ആരോഗ്യ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ കേരളത്തിൻ്റെ സമീപ കാലാവസ്ഥയിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം വളരെ കൃത്യമാണ്. അതിന് രാഷ്ട്രീയമായിട്ടുള്ള പലതരത്തിലുള്ള മാനങ്ങളുണ്ട്.
ഇപ്പം ആ ചർച്ച ആ രീതിയിലേക്ക് ഞാനിപ്പം തൽക്കാലം വഴിതിരിച്ച് വിടുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ ആരോഗ്യരംഗത്ത് വലിയ രീതിയിൽ, ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വാങ്ങൽ ശേഷിയുള്ള, സാമ്പത്തികമായിട്ട് വലിയ വാങ്ങൽ ശേഷിയുള്ള, അല്ലെങ്കിൽ ഒരു ചികിത്സ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം പരിഗണിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയാണ്. ഇങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ പോലും പരിഗണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശേഷിയുള്ള, അങ്ങനെ സാമ്പത്തികവും സാമൂഹികമായിട്ട് ഉയർന്ന ജീവിത നിലവാരമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ കേരളം. അത് വെറുതെ ഉണ്ടാകുന്നതല്ല. ഈ കോർപ്പറേറ്റ് മുതലാളിമാരൊന്നും ഇവിടെ വന്ന് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ല. അത് വലിയ കേരളം പടുത്തുയർന്ന, അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു കാരണം, രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് രംഗങ്ങൾ ആശുപത്രി, ആരോഗ്യ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ ആരോഗ്യ മേഖലയിലേക്ക് വരണമെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അപ്പോൾ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ആരോഗ്യ മേഖല വളരെ ശക്തമാണ് ഇവിടെ. നമ്മൾ ഇന്ത്യയുടെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യവും കുറഞ്ഞ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കുമൊക്കെയുള്ള, പോഷകാഹാരത്തിലും എല്ലാം തന്നെ മുന്നിട്ട് നിൽക്കുന്ന, ഇന്ത്യയിലെ ഏറ്റവും മാതൃകാപരമായ ഒരു, ലോകത്തിന് തന്നെ മാതൃകമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇവിടെയാണ്. അപ്പോൾ ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള കോർപ്പറേറ്റ് മുതലാളിമാരുടെ, ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള കോർപ്പറേറ്റ് മുതലാളിമാരുടെ പിന്നെ ഇടപെടൽ മൂലമല്ല ഉണ്ടായിട്ടുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആതുര സേവന രംഗത്ത് ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ഇടപെടുകയും സൗജന്യമായിട്ട്, ഏത് നമ്മൾ നോക്കൂ, PHC തന്നെ കേരളത്തിൽ 850 നോക്കൂ. നമ്മളിപ്പോൾ ഈ പലപ്പോഴും ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ പ്രൈവറ്റ് ആശുപത്രി ഉൾപ്പെടുന്ന ഈ മേഖലയെ കാണുമ്പോഴുണ്ടല്ലോ, അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് നമ്മൾ പൊതുവിൽ ഇതിനെ കോർപ്പറേറ്റുകൾ എന്നും കുത്തകകൾ എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ അങ്ങനെ അല്ലാത്ത ചെറിയ പ്രൈവറ്റ് ആശുപത്രികളുമുണ്ട്. ഒരു അസുഖം വന്നാൽ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ പോലും ആളുകൾ വളരെ പെട്ടെന്ന് ഓടിച്ചെല്ലുന്ന, സാധാരണ നിലയിലൊക്കെ നടന്നു പോകുന്ന പ്രൈവറ്റ് ആശുപത്രികളുമുണ്ട്. അവരും ഈ സമരം ബാധിക്കുകയാണ്. അപ്പോൾ അവരൊന്നും എന്തായാലും ഈ കുത്തകകളുടെ ഭാഗമായി കേരളത്തിന്റെ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പോകുന്ന ആരോഗ്യ സംവിധാനത്തെ അതിനെ പൂർണ്ണമായും ഇകഴ്ത്തണമെന്ന് ചിന്തിച്ച് ഈ മേഖലയിലേക്ക് ഇറങ്ങിയവരല്ലോ. പക്ഷെ അവരെയും ബാധിക്കുകയാണ് ഈ സമരം. അപ്പോൾ അവരെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം സ്വാഭാവികമായും ആ നാട്ടിലെ ഭരണ സംവിധാനത്തിനില്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചെറുകിട ആരോഗ്യരംഗത്ത് ചാരിറ്റി സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകളുണ്ട്, പല ആളുകളുണ്ട്, ആശുപത്രി. അപ്പോൾ അവരെ അത്തരത്തിലുള്ള ആളുകൾ ഈ സമരത്തിന് ആ രീതിയിലുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ സമരത്തോട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തിരുത്താം. പക്ഷേ ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ വലിയ കൺസേൺ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ. അപ്പോൾ സമരക്കാർ ആദ്യം അത് മനസ്സിലാക്കണം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി, ഇപ്പം ജാസ്മിൻ ഷായൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ജാസ്മിൻ ഷായുടെ പല പ്രസംഗങ്ങളും പല ഇടപെടലുകളും ഒക്കെ ഞാൻ നിരീക്ഷിച്ചതിന് ശേഷം പറയുന്നൊരു കാര്യമാണിത്. അപ്പം ഏതെങ്കിലും ഇപ്പം മന്ത്രി റിയാസിന് നേരെ ഉണ്ടായ ചില കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത് ഒരു വിഷയമായിട്ട് നമ്മൾ അതിനെ ഉന്നയിക്കുന്നുമില്ല. കാരണം അതൊക്കെ എങ്ങനെയാണ് അല്ല, ആയിക്കോട്ടെ, അതൊക്കെ ഇടപെട്ടത് അതെല്ലാം ഞാൻ വായിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും എല്ലാം ഞാൻ വായിച്ചതാണ്. അതെല്ലാം ശരി. പക്ഷേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു സമരമെന്ന് പറയുന്നത് ആ സമരത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കുന്തമുന ഗവൺമെൻറ്റിന് നേരെ തിരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള രാഷ്ട്രീയ ശക്തികൾ, പ്രത്യേകിച്ച് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ ശ്രമിക്കും. ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കും. അതിന് ചട്ടുകമായി നിൽക്കുന്നതിന് പകരം ഗവൺമെൻറ് എടുത്ത്, ഇപ്പം ഞാൻ തന്നെ ചോദിക്കട്ടെ, തൊഴിൽ വകുപ്പ് ഈ പറയുന്ന ഒരു ചർച്ചയ്ക്ക് വിളിച്ചല്ലോ. ഈ പറയുന്ന യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷൻ അതിൽ പങ്കെടുത്തോന്ന് എനിക്കറിയില്ല. പങ്കെടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ഒരു ചർച്ചയിൽ നിങ്ങൾ പങ്കെടുക്കണ്ടേ? ഗവൺമെൻറ്റുമായി അത്തരത്തിലുള്ള ഇടപെടൽ നടത്തണ്ടേ? ഇതൊന്നും നടത്താതെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചട്ടുകമായിട്ട്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയ ചട്ടുകമായി മാറാതെ ഇതിൽ വളരെ ഈ സമരത്തിൻ്റെ ജെനുവിനിറ്റിയെ, അതിൻ്റെ രാഷ്ട്രീയത്തെ നമ്മൾ കാണണം. അത് ഇപ്പോൾ ജാസ്മിൻ ഷാ ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഈ പറയുന്ന തുച്ഛമായ ശമ്പളം പറ്റുന്ന നേഴ്സന്മാരുടെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നും എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെയുള്ള ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ LDF ഗവൺമെൻറ് എന്ന് പറയുന്നത് ഏതെങ്കിലും നേഴ്സുമാർക്കോ എതിരല്ല. മാത്രമല്ല, ഈ കോർപ്പറേറ്റ് ഈ പറയുന്ന പൊതുജന ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി നടത്തുന്ന പിന്നെ പലതരത്തിലുള്ള ഇടപെടലുകളിലും ജാഗ്രതായിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. അതും കൂടി മനസ്സിലാക്കണം. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഈ സമീപകാലത്ത്, ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അഭിപ്രായപ്പെട്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ പൊതുജനാരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം, അതിൽ പല രാഷ്ട്രീയ കക്ഷികളും പിന്നെ
സാമ്പത്തികവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമരം എന്ന് പറയുന്നത് കേവലമായ ഒരു ശമ്പള വർധനവിൻ്റെ സമരം എന്നുള്ളതിനപ്പുറത്തേക്ക് ശമ്പള വർധനവ് അനിവാര്യമാണ്. അതിൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനിയും ഗവൺമെൻറ് ആ കാര്യത്തിൽ ഇടപെടും. അതിലൊന്നും ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള സമരം നമ്മൾ നടത്തണം. രാഷ്ട്രീയമായ ചട്ടുകമായി UN മാറരുത്, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർ മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, മടങ്ങി വരാം. ഡോക്ടർ സോയ ജോസഫ്, മുൻപ് ഇവിടെ ആശാ പ്രവർത്തകരുടെ സമരമൊക്കെ നടന്നപ്പോൾ ഇതിനെയും തമ്മിൽ താരതമ്യം ചെയ്ത് അങ്ങനെ ഒരു സമീകരണത്തിലേക്ക് പോകുകയല്ല. പക്ഷേ എങ്കിൽ പോലും ആ സമരമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആ സമരപ്പന്തലിൽ ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഐക്യപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം. പക്ഷേ നഴ്സുമാരുടെ സമരത്തിലേക്ക് വരുമ്പോൾ ദിവസങ്ങളായി അവർ സമരം തുടരുകയാണ്. അങ്ങിങ്ങ് ചില ചെറിയ പ്രതികരണങ്ങൾ കാണുന്നുണ്ട് എന്നതിനപ്പുറം ഈ സമരത്തെ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷവും മാറുന്നത് കണ്ടില്ല ഇതുവരെ. എന്തുകൊണ്ടാണ്? അതെന്താണ് സമരത്തിനോടുള്ള കോൺഗ്രസിന്റെ സമീപനം? അല്ല, കോൺഗ്രസ്സിന് ആ സമരത്തോട് ചിലപ്പോൾ ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ നേതാക്കന്മാർ കൂടെ ഇരിക്കുന്നൊരു വേദിയാണ് പൂർണ്ണമായും. കാരണം എൻ്റെയും നിങ്ങളെയും പോലെയുള്ള തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ അടിയന്തര സർവീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട്, പ്രത്യേകിച്ചും അതിലൊരു 90-95% സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നൊരു മേഖലയിൽ വലിയ രീതിയിലുള്ള അനീതിയും അല്ലെങ്കിൽ അസമത്വവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ബോധം ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത് സമരം ചെയ്യുന്ന UNAയോടും അതിൻ്റെ സംവിധാനങ്ങളോടും പൂർണ്ണമായും ഐക്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് തന്നെ, സംഘടനാ ചുമതല വഹിക്കുന്ന ACCയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം തന്നെ ശ്രീ KC വേണുഗോപാൽ, ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ള ആളുകളുടെ സെക്രട്ടേറിയറ്റ് മുൻപിലുള്ള സമരവേദിയിലെത്തി സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നോട്ട് പോകലുകൾ, സമരത്തിന് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചതുമാണ്. എല്ലായിടങ്ങളിലും സമരം നടന്ന എല്ലായിടങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാരവാഹികൾ UNAയുടെ സമരവുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല എനിക്ക് യാതൊരു ധാരണയുമില്ല. ഐക്യദാർഢ്യം അർപ്പിച്ചില്ല എന്നൊന്നുമല്ല സോയ ജോസഫ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, നോക്കൂ, ദിവസങ്ങളായി നഴ്സുമാർ തെരുവിലാണ്. അപ്പോൾ അവിടെ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ അതിന് നിലവിൽ സാധിക്കുക കേരളത്തിലെ പ്രതിപക്ഷത്തിനാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ. ആ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ആ മൂവ്മെന്റ് ഉണ്ടല്ലോ, അതിനല്പം വിമുഖതയുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അല്ലാതെ ഞാൻ ആരും പോയിട്ടില്ല, ഐക്യദാർഢ്യപ്പെട്ടിട്ടില്ല എന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. അല്ല, ഒരു തരത്തിലുമില്ല. അതിനൊരു വിമുഖത കാണിക്കേണ്ട ആവശ്യവുമില്ല. കാരണം അവർ പറയുന്ന സമരങ്ങൾ ന്യായമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ നേരത്തെ മനസ്സിലായി, എനിക്ക് മനസ്സിലായി, ഇല്ലേ, ഞാനത് മനസ്സിലാക്കുന്നു. നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സംസാരിച്ചതുപോലെ ഇത് കോൺഗ്രസോ അല്ലെങ്കിൽ വലതുപക്ഷ ശക്തികൾ ഇതിനെ എന്തോ ചട്ടുകമാക്കി ഉപയോഗിക്കുന്നു എന്നൊന്ന് പറഞ്ഞു വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം കോൺഗ്രസ് ഇത് UNA പോലെയുള്ള നഴ്സിംഗ് സംവിധാനത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം ജോലിക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയെ വളരെ കൃത്യമായി അവർ സമരം ചെയ്യുന്നു. ആ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും. ആശാ വർക്കർമാരുടെ സമരം നടന്നപ്പോൾ അതിനെയും അത്തരത്തിൽ സപ്പോർട്ട് ചെയ്തൊരു സംവിധാനമാണുള്ളത്. തെരഞ്ഞെടുപ്പ് വരികയല്ലേ എന്ന് കരുതി പ്രതിപക്ഷം അതങ്ങ് ഏറ്റെടുത്ത് ഹൈജാക്ക് ചെയ്ത് അതങ്ങ് സർക്കാരിനെതിരെ ഉപയോഗിച്ച് കളയാം എന്നുള്ള ധാരണയിലല്ല ഈ സമരത്തെ കാണേണ്ടത്. ഇപ്പോൾ നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി കാണുന്ന വളരെ സങ്കുചിതമായ അർത്ഥത്തിലല്ല ഈ സമരത്തെ മനസ്സിലാക്കേണ്ടത്. കാരണം നാം നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞൊരു പദമാണ്, ഇതൊരു അവശ്യ സർവീസാണ്. നേരത്തെ ഇവിടെ ഇരിക്കുന്ന ഹോസ്പിറ്റൽ അസോസിയേഷൻ്റെ പ്രതിനിധിയും പറഞ്ഞു ഇതൊരു അവശ്യ സർവീസാണ്. അവശ്യ സർവീസ് ഏറ്റവും അടിയന്തരമായ ഘട്ടങ്ങളിൽ നമുക്ക് അതും ആരോഗ്യം പോലെയുള്ള നമ്മുടെ ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ആദ്യം ചെയ്തു കൊടുക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ ജോലിയും അതിന് അവർക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള സാലറി ഉൾപ്പെടെ വേതനത്തിൻ്റെ പാക്കേജ് ഉൾപ്പെടെയാണ് നൽകേണ്ടത്. നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കുക, ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന ഒരു അവശ്യ സർവീസായിട്ട് പരിഗണിക്കുന്ന ഒന്നാണ് ഈ ആതുര സേവന മേഖല, പ്രത്യേകിച്ച് നഴ്സുമാർ പോലെയുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് അത് ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് ഉൾപ്പെടുന്ന മുഴുവൻ നഴ്സുമാരും വിദേശത്ത് ഉൾപ്പെടെ പോയി ജോലി ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അപ്പോൾ നമ്മൾ മാലാഖമാരെന്ന് വിളിക്കാനും ഇത് അവശ്യ സർവീസാണ് എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കാനും മാത്രം നമ്മൾ നിന്നാൽ പോരാ. അതിനപ്പുറത്തേക്ക് അവശ്യ സർവീസിന് കൊടുക്കാൻ കഴിയുന്ന ആ വേതനത്തിൻ്റെ പാക്കേജുകൾ വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ 10,000 രൂപ, 6,000 രൂപ, 12,000 രൂപ, 15,000 രൂപ എന്നൊക്കെ പറയുന്നത് കൊണ്ട് എങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഓട്ടോ വിളിച്ച് ആശുപത്രിയിലേക്ക് പോകുന്നൊരു നഴ്സാണെങ്കിൽ
ഒരു 10 കൊല്ലം മുൻപത്തെ ഓട്ടോ ചാർജും ഇപ്പോഴത്തെ ഓട്ടോ ചാർജും മാത്രം ഒന്ന് കൂട്ടി നോക്കുക. ഇതുകൊണ്ട് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ അസോസിയേഷനൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ജാസ്മിൻ ഷാ തന്നെ പറയുകയുണ്ടായി, ചെറിയ ചെറിയ മാനേജ്മെന്റുകളൊക്കെ ഇതിൽ ഒപ്പിട്ടു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള ദയ ഹോസ്പിറ്റലും മദർ ഹോസ്പിറ്റലും ഉൾപ്പെടെയുള്ള അവർക്ക് സിംഗിൾ ആശുപത്രി അല്ലെങ്കിൽ സിംഗിൾ ഹോസ്പിറ്റൽ ഓണേഴ്സ് ആയിട്ടുള്ള പല ആളുകളും ഇതിൽ ഒപ്പിടുന്നു. അപ്പോൾ അവരെ അത് ബാധിക്കുന്നതൊക്കെ നമുക്കറിയാം. കാരണം ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള കാറ്റഗറൈസേഷൻ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവരോടും യൂണിഫോം ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയുകയില്ല. നമ്മുടെ ബെഡിനനുസരിച്ച് ബെഡ് കപ്പാസിറ്റിക്കൊക്കെ അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുക. അപ്പോൾ കാർഡടച്ച് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളെ പരിഗണിക്കുക, അവരെ കേൾക്കുക. ഞാൻ പറയുന്നത് ഭീമൻ കുത്തകകൾ 200 കോടി നഷ്ടമുണ്ടാക്കുന്നു എന്ന് പറയുന്ന ഭീമൻ കുത്തകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ചെറുകിട മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കേൾക്കാൻ തയ്യാറാവണം. അവരൊരുപക്ഷെ വളരെ അനുഭാവപൂർണമായിട്ടാണ് ഈ സമരങ്ങളോട് പ്രതികരിച്ചത് എന്നുള്ളത് വലിയ അത്ഭുതം ഉളവാക്കുന്ന കാര്യമാണ്. 200 കോടി രൂപ ഞാൻ മടങ്ങി വരാം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ജാസ്മിൻ ഷാ, നോക്കൂ, അത്യാഹിത വിഭാഗങ്ങളിലെ ജോലികളിൽ നിന്നടക്കം ഇവിടെ വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യവും. 14 ദിവസത്തിന് മുൻപ് നോട്ടീസ് നൽകണം എന്നതുൾപ്പെടെയുള്ള ധാരണകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. നോക്കൂ, ഒരു ഫാക്ടറിയിൽ സമരം തുടങ്ങുന്നത് പോലെ പെട്ടെന്നൊരു ദിവസം ഒരു മുന്നറിയിപ്പില്ലാതെ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ കഴിയുന്ന ഒരു മേഖലയല്ലല്ലോ ആരോഗ്യ മേഖല. ആരാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നതുകൂടി പരിഗണിക്കപ്പെടേണ്ട കാര്യമല്ലേ? അങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കും? ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് എത്ര കാലമായി? 2025 ഡിസംബർ 27 തൊഴിൽ മന്ത്രി പറഞ്ഞു 1 മാസം കൊണ്ട് ശമ്പള പരിഷ്കരണ ഉത്തരവിറങ്ങും. ഞങ്ങൾ അതുവരെ കാത്തിരുന്നില്ലേ? 3 വർഷം, അതായത് 2023 ഹൈക്കോടതി UNA ഹർജിയിൽ കൃത്യമായി പറഞ്ഞത് 3 മാസം കൊണ്ട് ശമ്പളം പരിഷ്കരിച്ച് ഉത്തരവിറക്കണം. സർക്കാർ പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ കാത്തിരുന്നില്ലേ? ഞങ്ങൾ സമരം ചെയ്തോ? കഴിഞ്ഞ 8 വർഷം അല്ലെങ്കിൽ 7 വർഷമായി ഞങ്ങൾ സമരം ചെയ്തോ? സമരം ചെയ്യാതെ പലപ്പോഴും ഞങ്ങൾ സമര നോട്ടീസുകൾ കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇവർ പറയും ആ പേപ്പറിന് ഒരു സാധാ പേപ്പറിൻ്റെ വില പോലും നൽകാത്തവരാണ് കേരളത്തിലെ മാനേജ്മെൻറ്റ്. ഫെബ്രുവരി 21 ഞങ്ങൾ ആദ്യം ഒരു സൂചനാ പണിമുടക്ക് നടത്തിയില്ലേ? അതിനുശേഷം വീണ്ടും 10-12 ദിവസം 14 ദിവസം ഞങ്ങൾ കാത്തിരുന്നില്ലേ? എന്നിട്ടല്ലേ ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുമായിട്ട് വരുന്നത്? അതിനുശേഷം സർക്കാർ ഉത്തരവിറക്കുന്നു. നിങ്ങൾ നോക്കൂ, ആ സെക്രട്ടേറിയറ്റ് മാർച്ച് നമ്മൾ നടത്തുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ആശുപത്രിയായിട്ടുള്ള ആസ്റ്റർ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആസാദ് മൂപ്പൻ അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കി. എന്താണ്? വിജ്ഞാപനം സർക്കാർ ഇറക്കിയ നഴ്സുമാരോടൊപ്പം ഉത്തരവിറക്കും. എവിടെ ആസാദ് മൂപ്പൻ? വിജ്ഞാപനം ഇറങ്ങിയല്ലോ, ഉത്തരവ് വന്നില്ലേ? ഏറ്റവും കൂടുതൽ സമരം നിങ്ങൾ ആസ്റ്ററിൻ്റെ ഏതെങ്കിലും ആശുപത്രിയിൽ ഈ പറയുന്ന പോലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ സ്റ്റാഫുമാരില്ല എന്ന് പറയാൻ പറ്റുമോ? അത്യാഹിത വിഭാഗങ്ങൾ ഇല്ല എന്ന് പറയുമോ? ഇവരുണ്ടാക്കുന്ന ഒരു കഥ. ഇപ്പം നിങ്ങൾ നോക്കൂ, വയനാട് വിംസ് ഇന്ന് നിങ്ങളുടെ അടക്കം റിപ്പോർട്ടർ കണ്ടാവും. ഞങ്ങളൊരു മെഡിക്കൽ ടീമിനെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. കാരണം ഇവർ ആശുപത്രി കയറ്റില്ല. ഇവർ ഗുണ്ടകളെയാണ് ആശുപത്രിയിൽ വെക്കുന്നത്. ഞാൻ പറഞ്ഞു ചെറുകിട മീഡിയം ആശുപത്രിയുടെ കാര്യം പറഞ്ഞ് അവരെല്ലാം വളരെ നല്ല രീതിയിൽ ഞങ്ങൾ 422 ആശുപത്രികൾ ഒപ്പിട്ടു. ഒപ്പിടാത്ത ആരാണ്? കേരളത്തിലെ കോർപ്പറേറ്റ് ഭീമന്മാർ. BMH ബേബി മെമ്മോറിയൽ ആശുപത്രി KKR ഏറ്റെടുത്തവരല്ലേ? അതുപോലെ തന്നെ ആസ്റ്റർ ഗ്രൂപ്പ്, ഇവർക്ക് വരുമാനമില്ല എന്നാണ് പറയുന്നത്, നഷ്ടത്തിലാണെന്ന് പറയുന്നത്. ഇവിടെയൊക്കെ P&L എടുത്താൽ മതി. എത്ര രൂപ? എന്നിട്ട് എന്താ പറയുന്നത്? നേതാക്കന്മാരെ നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ, അങ്ങനെയല്ല പറയുന്നത്. നേരത്തെ രാജേഷ് നിരീക്ഷകനായ അദ്ദേഹം പറഞ്ഞു മന്ത്രിയെ കൂവി. തെറ്റാണ്. ഞങ്ങൾ അതിനൊന്നും അനുഗ്രഹം ഒരു രാഷ്ട്രീയ നേതാവിനെയും ഒരാളെയും കൂകാൻ പാടില്ല, ഒരാളെയും അഭിമാനിക്കാൻ പാടില്ല എന്നുള്ള നയം ഈ സംഘടനക്കുണ്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞ മാതിരി 14 ജില്ലകളിൽ സമരമാണ്. ഇവരൊക്കെ വലിയ സംഘടന നടത്തിയ ആൾക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സംഘടന എന്ന് പറയാം. ഈ മേഖലയിലെ നഴ്സിംഗ് മേഖലയെ ഒരു ശക്തമായ സംഘടന എന്ന് പറയാം. 90% ബാധ്യതകൾ. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ സംഘടനയിൽ 6 ലക്ഷം മെമ്പർമാരുണ്ട്. ഈ സംഘടനയിൽ നിങ്ങൾ ടോട്ടൽ മെമ്പർഷിപ്പ് 1500 2000 ആൺകുട്ടികളുള്ളൂ. ബാക്കി മഹാഭൂരം വനിതകൾ. ഇപ്പൊ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം ഒരു 2023 ശേഷം ജോയിൻ ചെയ്ത ആളുകളാണ്. പക്ഷേ ജാസ്മിൻ ഷാ, നോക്കൂ, ഇപ്പോൾ ഈ അടിസ്ഥാന ശമ്പളം 40,000 രൂപ എന്ന് നിങ്ങൾ പറയുമ്പോൾ അതൊരു ഫെയർ എമൗണ്ട് ആണ് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ അടിസ്ഥാന ശമ്പളമാണ് 40,000 എന്ന് അവകാശപ്പെടുന്നത്, അല്ലെ ചോദിക്കുന്നത്, അല്ലേ നിങ്ങൾ? അപ്പോൾ അടിസ്ഥാന ശമ്പളം 40,000 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ കൂടുതൽ ഇപ്പോൾ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ അധികമായി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോഴുള്ള എമൗണ്ട് 20,000 നിന്ന് 40,000 എന്ന് പറയുന്ന ഇരട്ടി വർധനവിലേക്ക് ഈ സമരം കൊണ്ട് എത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ വാസ്തവത്തിൽ?
എത്തിയല്ലോ യഥാർത്ഥത്തിൽ. 422 ആശുപത്രികൾ കരാർ ഒപ്പിട്ടല്ലോ. അവിടങ്ങളിലെല്ലാം കൊടുക്കാനുള്ള പേയിങ് കപ്പാസിറ്റി. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഇന്ന് KKR ഒരു നേഴ്സിന് കൊടുക്കുന്ന 2000 രൂപ സമരം പൊളിക്കാൻ ദിവസക്കൂലി കൊടുക്കാണ്. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ നോക്കൂ, വൈകുന്നേരം ഈ മാനേജ്മെന്റിന്റെ വാർത്താ സമ്മേളനം ഒക്കെ കാണുമ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ 1-2 ആളുകളല്ലല്ലോ, ഇപ്പോൾ 3 ഷിഫ്റ്റ് ഉള്ള ഒരു ആശുപത്രിയിൽ ഒരു ഷിഫ്റ്റിൽ ഒരാൾ എന്ന കണക്കിൽ പോലും നിയമനം നടത്തിയാൽ പോലും 3 പേർ അവിടെ പോരാ അല്ലെ. ഇപ്പോൾ ഒരാൾ അടിയന്തരമായ ഒരു ലീവിലേക്ക് വന്നാൽ പകരം ഒരാളെ കൂടി അവിടെ പരിഗണിക്കേണ്ട ആ നിലയിൽ നിയമനം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും എണ്ണം ദീർഘകാല അടിസ്ഥാനത്തിലാണല്ലോ ഈ ശമ്പളത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ചെറിയ ആശുപത്രികൾക്ക് ഇതെങ്ങനെ താങ്ങാനാകും എന്നുള്ളതാണ് നിങ്ങൾ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായി അവർ പറയുന്ന കൺസേണുകളെ കുറിച്ചും അറിയാമല്ലോ. അതെങ്ങനെയാണ് കരുതുന്നത്? അല്ല, ഈ KPH എന്ന് പറയുന്ന സംഘടന എപ്പോഴും പറയുക 10-ൽ താഴെ 20-ൽ താഴെയുള്ള ആശുപത്രികളുടെ കാര്യം പറയാം, അല്ലെങ്കിൽ ഒരു 50 ബെഡിൽ താഴെ. ഞങ്ങളുടെ യൂണിയൻ ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു 30 ബെഡോ 40 ബെഡുള്ള ആശുപത്രിയിലും ഞങ്ങളുടെ സംഘടനയുണ്ട്. പക്ഷേ ഒരിടത്തും സമരമില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അംഗങ്ങൾ ഉണ്ടാവാം, ഞങ്ങൾ ഒരു ചെറിയ ആശുപത്രിയിലും സമരം ചെയ്യും. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം വലിയ ആശുപത്രികളാണ്, പേയിങ് കപ്പാസിറ്റി ഉള്ള ആശുപത്രികളാണ്. നിങ്ങൾ നോക്കൂ, അവർ ഈടാക്കുന്ന നഴ്സിംഗ് ചാർജിന് പുറമെ നഴ്സുമാർ ചെയ്യുന്ന ഓരോ പ്രൊസീജിയറിനും ചാർജ്. ഞങ്ങളത് കൂടുതൽ പറഞ്ഞാൽ പല്ലിൻ്റെ ഉട കുത്തി നാറ്റിക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ആരോഗ്യമേഖലയിൽ പണിയെടുക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഞങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുണ്ട്. എന്തുകൊണ്ടാണ് ചികിത്സാ ഫീസ് ഏകീകരിക്കാൻ ഇവർ സമ്മതിക്കാത്തത്? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ല് പാസ്സാക്കാൻ ഇവർ സമ്മതിക്കാത്തത്? ചികിത്സാ ഫീസിൻ്റെ എല്ലാ ഫീസും പ്രദർശിപ്പിക്കണമെന്ന് നിയമമുണ്ടാകുമ്പോൾ ഇവരത് പ്രദർശിപ്പിക്കുന്നുണ്ടോ? ഇതിനെല്ലാം അതിൻ്റെ സ്റ്റേക്ക് പോകും. ഇവർ ഏതെങ്കിലും ഒരു തീരുമാനത്തെ ഗവൺമെൻറ് വിജ്ഞാപനം വന്ന അന്ന് ഇവർ പറഞ്ഞില്ലേ ഞങ്ങളിത് സ്റ്റേ ചെയ്യുകയാണെന്ന്. ഇതിന് സമയമുണ്ട്. ഇനിയും അദ്ദേഹത്തിന് അറിയാം, ഇപ്പോൾ KPHയുടെ പ്രതിനിധിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് 1 വർഷം കഴിയും എന്താണ് ഇതിൻ്റെ ഉത്തരവിറങ്ങാനെന്ന്. ഞാൻ പറയട്ടെ, ഈ ചെറുകിട ക്ലിനിക്കുകൾ എന്ന് പറയുമ്പോൾ അവിടെ നഴ്സുമാരെ പോലെ ഡോക്ടർമാരും ഇല്ലേ? അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ? അത് അവർക്ക് 5000 രൂപ 10000 രൂപ 25000 രൂപ ആണോ അവരുടെ ശമ്പളം? അല്ല, ഞാൻ പറയുന്നത് ഒരു തൊഴിലിന് ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ശമ്പളം വേണം. പിന്നെ നേരത്തെ എടുത്തതിന് ഞങ്ങളെ സംഘടന ഒരു പാർട്ടിക്കും ഒരു സംഘടനക്കും കഴിഞ്ഞ 15 വർഷമായിട്ട് ഹൈജാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ 2016 ഇതേമാതിരി ഫെബ്രുവരി മാർച്ചിൽ നടക്കുമ്പോൾ ഞങ്ങൾക്ക് തന്ന വാക്ക് 20,000 രൂപ തരാമെന്ന്. അദ്ദേഹം ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടു ഇരട്ടച്ചങ്കനെന്ന്. അന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തെ അന്ന് ഭരണപക്ഷമായിരുന്നു, അവർ വിമർശിച്ചു. നമ്മളതിനൊന്നും പറഞ്ഞില്ലോ. കാരണം ഞങ്ങൾക്ക് നല്ലത് ചെയ്തവരെ ഞങ്ങൾ നല്ലതെന്ന് ചെയ്തു. ഇന്ന് ആരാണ് ഞങ്ങളെ കൂടെ നിൽക്കുന്നത്, ആ കൂടെ നിൽക്കുന്നവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. അതാര് വന്നാലും. അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചില കൂവലിനൊക്കെ പറ്റി ചില പാകപ്പഴകളൊക്കെ സംഭവിക്കാം. സമരമാണ്, ഇത്രയധികം ആളുകൾ ഇരിക്കുന്ന വേദിയാണ്. ഇപ്പോൾ വയനാട് എന്തോ ഒരു പരിപാടി നടക്കുമ്പോൾ MLA കൂടിയപ്പോൾ അവിടുത്തെ റവന്യൂ മന്ത്രി അടക്കം പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പങ്കില്ല, അവിടുത്തെ DYFന് ഞങ്ങൾക്ക് പങ്കില്ല. കാരണം ചില സമയത്ത് നമ്മൾ ഒരാൾ ഓർഡർ കൊടുത്തിട്ടല്ലോ, ഞാനിത് അന്വേഷിച്ചപ്പോൾ തന്നെ ഒരാൾ കൂവി, ബാക്കിയുള്ളവർ ഏറ്റുകൂവി. കാരണം ആ ഇരിക്കുന്ന ഒരു ആളുകൾ, ഞാൻ കുട്ടിയോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് മന്ത്രി ഞങ്ങളെ വന്ന് അഭിവാദ്യം ചെയ്യുന്നു പ്രതീക്ഷിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു അത് എന്തോ ഒരു ഉദ്ഘാടനവുമായി പോവുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുക. ഇതെല്ലാം നമ്മൾ പറഞ്ഞു ഇത് എല്ലാവരും വേട്ടയാടുന്നത് സമരം നടത്തുന്ന ആളുകളെയാണ്. ഒരു ടീം പറയും ഇത് വലതുപക്ഷ രാഷ്ട്രീയം, വലതുപക്ഷ സംഘടന. ഒരു പറയും നിങ്ങൾ ഇന്നലെ ഞാൻ റിയാസിന് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അനുകൂലമല്ല ആ കൂവൽ തെറ്റാറുമ്പോൾ അപ്പുറത്തുള്ളവരെല്ലാം നിന്നെ മനസ്സിലാക്കിയടാ നീ സമരം നടത്തുന്ന എന്തിനാ. ഞാൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അതിജീവനമാണ് ഇവിടെ പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ച് ആര് ഭരിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല, ആരാണ് അധികാരത്തിൽ വരുന്നത് എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങളുടെ അവകാശങ്ങൾ ലഭിക്കണം, ഞങ്ങൾക്ക് ജീവിക്കാൻ ഉതകുന്ന ശമ്പളം ലഭിക്കണം. ഇതാണ് ഞങ്ങളുടെ എന്നത്തെയും ആവശ്യം. ഞങ്ങളെ പിന്തുണച്ചാൽ ഞങ്ങൾ അതിനെ നന്ദി കാണിക്കും. ഞങ്ങളെ പിന്തുണക്കുന്നവരെ ഞങ്ങൾ തിരിച്ച് പിന്തുണക്കും. ഈ ആശുപത്രികൾക്ക് പേയിങ് കപ്പാസിറ്റി ഇല്ല എന്ന് ആരും പറയരുത്. നിങ്ങൾ അവിടെ ഈടാക്കുന്ന ഓരോ ചികിത്സാ ഫീസിനെ പറ്റിയും കൃത്യമായി ബോധ്യം ഉണ്ടാവണം. നഴ്സിംഗ് ചാർജിൻ്റെ വെറും 40% നഴ്സുമാർക്ക് കൊടുത്താൽ അത് ഇതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ പറ്റും. ഇവർ തയ്യാറുണ്ടോ? ഒരു പരസ്യ സംവാദത്തിന് അല്ലാതെ 10 ബെഡിൻ്റെ PNL എടുത്തിട്ട് ഒരു 1500 ബെഡ് 1900 ബെഡിൻ്റെ അല്ലെങ്കിൽ 300 ബെഡിൻ്റെ 400 ബെഡിൻ്റെ എടുത്ത് വരരുത്. ഏറ്റവും മികച്ച ചാരിറ്റി നടത്തുന്ന ആശുപത്രിയിലെ ബിലീവേഴ്സ് ആശുപത്രി, ഫാദർ സിജു അച്ഛനെ ഇപ്പോൾ വിളിച്ചു നോക്കൂ നിങ്ങൾ. അദ്ദേഹം ഒപ്പിട്ടല്ലോ ഇന്ന്, അദ്ദേഹം കൊടുക്കാൻ തയ്യാറായല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന ആരാണ് നിയന്ത്രിക്കേണ്ടത്? ഒരു സംഘടന UNAക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ നിന്ന് പിന്തുണക്കുന്നത്? കാരണം ഇവരുടെ വിഷമങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ വിഷമങ്ങൾ അവർക്ക് അറിയാനും സാധിക്കുന്നുണ്ട്.
ഇന്നടക്കം ഞങ്ങളെ സമരവേദിയിൽ വന്ന് ഒരാൾ പറഞ്ഞത് ഞാൻ മരിച്ചാൽ മരിച്ചോട്ടെ എന്ന് വെച്ചോളൂ, നിങ്ങളുടെ സമരം വിജയിക്കണമെന്ന്. അത് പറയുമ്പോൾ ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ ആരാണ് അഡ്മിഷൻ കിടക്കുന്നത്, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ 2000 രൂപ വെച്ച് തരാം, നിങ്ങൾ ആശുപത്രി കയറിക്കോളൂ. അവരല്ലല്ലോ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് തരേണ്ടത്. ഇവിടെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ശബ്ദം കേൾക്കാത്തത്? ഈ നഴ്സുമാർക്കും ഒരു കുടുംബമുണ്ട്, അതിജീവിക്കണം, ഈ നാട്ടിൽ ജീവിക്കണം എന്നുള്ള 920 രൂപയാണ് ഇന്ന് ഗ്യാസിൻ്റെ വില. ഞങ്ങളെ സംഘടന 2018 തുടങ്ങുമ്പോൾ 420-500 രൂപയാണ്. എങ്ങനെ ഞങ്ങൾ ജീവിക്കും? ഈ ജീവിക്കാൻ ഒതുക്കുക. ഇവരെന്താ പറയുന്നത്? നിങ്ങൾ നേരിടും. ഇവരുടെ ഭാഷ മുഴുവൻ ഗുണ്ടായിസല്ലേ. ആശുപത്രികൾ ഇവർ ഗുണ്ടകളെ പോറ്റുന്നുണ്ട്, എല്ലാ ആശുപത്രികളും. അവർക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ കൂലി കൊടുക്കുന്നു. എന്താ അവരുടെ പണി? ഒരു രോഗി അടക്കം ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ആശുപത്രി നിങ്ങൾക്ക് പോയിട്ട് ഡിസ്കൗണ്ട് ചോദിച്ചു നോക്കൂ, ഇവരെത്ര തരും? ആദ്യം ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇവർ ആദ്യം 5% കൂട്ടിയിടും, ആ 5% കുറച്ചു കൊടുക്കും. ഇതെല്ലാം അറിയുന്നവരല്ലേ എല്ലാവരും. ഇവരെന്ത് ചാരിറ്റിയാണ് നടത്തുന്നത്? ഞാൻ പറഞ്ഞത് ഈ വൻകിട ആശുപത്രികളെ കുറിച്ചാണ്. എനിക്ക് ചെറുകിട ആശുപത്രിയിലും ഈ പറയുന്ന ഫീസ് വളരെ കുറവാണെന്ന പ്രകാരം ഒരു ചെറുകിട ആശുപത്രി 2-3 നേഴ്സ് ഉണ്ടാവുള്ളൂ. അവിടെ ഒരിക്കലും 500 നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കേണ്ടതില്ല. രണ്ടിൻ്റെയും വരുമാനം എടുത്ത് നോക്കിയാൽ ഇത് കൊടുക്കാനുള്ള തുക ഉണ്ടാകും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കോർപ്പറേറ്റുകൾ ഇവർ വിഴുങ്ങുന്നത്? വലിയ തുകയാണ് ഇവർ ആശുപത്രികൾക്ക് വാടകയായിട്ട് നിശ്ചയിക്കുന്നത്. വലിയ തുകയാണ് ഇവർ ആശുപത്രി ഏറ്റെടുക്കുന്നത്. അങ്ങനെ നോക്കൂ, ഇപ്പൊ ആരാണ് KPH നിയന്ത്രിക്കുന്നത്? ആസ്റ്റർ ഗ്രൂപ്പും അതുപോലെ തന്നെ KPH ഗ്രൂപ്പും. ഇന്നലെ ഞങ്ങൾ ബേബി മോറിൽ ഞങ്ങൾ ചെന്നപ്പോൾ എന്താ പറഞ്ഞത്? KPH തീരുമാനിച്ചാൽ 1330 നാളെ തരാം. ഇവർ തീരുമാനിക്കില്ല. ആസ്റ്റർ പറഞ്ഞപ്പോൾ KPHയുടെ തീരുമാനമാണ്, അത് കൊടുക്കാൻ സാധിക്കില്ല. ക്ലിയർ ആണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ മടങ്ങി വരാം ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം. രാജേഷ് ചിറപ്പാട്, ഈ വൻകിട കുത്തകകൾ ആശുപത്രികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചൊക്കെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആക്ഷൻ എടുക്കേണ്ട ആളാണ്. ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാനിതാ നിങ്ങളോട് പറയുന്നു എന്ന മട്ടിൽ പ്രതികരിക്കുന്നത് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. ഇപ്പോഴിതാ ജാസ്മിൻ ഷാ പറയുന്ന കാര്യങ്ങൾ താങ്കളും കേട്ടില്ലേ? ഏത് നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ്. ആരാണ് നിയന്ത്രിക്കേണ്ടത് ഇവരെയൊക്കെ? രാജേഷ് ചിറപ്പാട്. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ആരോഗ്യ മേഖലയിലെ ഈ രംഗത്ത് ഇപ്പം UNA സംബന്ധിച്ചിടത്തോളം നേഴ്സന്മാരുടെ താൽക്കാലികമായ ശമ്പള വർധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരമാണ്. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയം അതിനെ അങ്ങനെയല്ല കാണുന്നത്. അത് ആ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി ഈ വിഷയം തീരുന്നില്ല എന്നുള്ള നിലയിലാണ്. അപ്പം ഈ പറയുന്ന നേഴ്സന്മാർക്ക് മതിയായ ശമ്പളം നൽകേണ്ടതാണ്. അവരോട് അനീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർക്കത് കിട്ടേണ്ടതാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് നേഴ്സുമാരോടൊപ്പമാണ്. പക്ഷേ പ്രശ്നം എവിടെയാണ്? പ്രശ്നം തുടങ്ങുന്നത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. അല്ലെങ്കിൽ ഇതിന് ദൂരവ്യാപകമായിട്ടുള്ള ചില ഫലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇതിന് ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യമേഖല, പൊതുമേഖല ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, വളരെ വിപ്ലവാത്മകമായിട്ടുള്ള, വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും വിദ്യാഭ്യാസ മന്ത്രിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെ നടക്കുന്ന പലതരത്തിലുള്ള ഇടപെടലുകൾ, സമരങ്ങൾ എന്ന പേരിലുള്ള സമരാഭാസങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നറിയാമോ? എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല. അതിനകത്ത് ചില കോർപ്പറേറ്റ് താല്പര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുമേഖല ആരോഗ്യ സംവിധാനത്തെ തകർത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെയുള്ള കുത്തക ആരോഗ്യ മേഖലകൾക്ക് വളരാൻ കഴിയൂ. അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അത് ഒരു കാരണവശാലും ഇടതുപക്ഷ അല്ലല്ല. ഈ പറയുന്ന ഞാൻ പറയട്ടെ, ഈ ചികിത്സാ പിഴവെന്ന് പറയുന്നത്, ചികിത്സാ പിഴവ് ഈ പറയുന്ന സ്വകാര്യ മേഖലയിലെ ചികിത്സാ പിഴവിനെ കുറിച്ച് എന്താണ് മാധ്യമങ്ങൾ മിണ്ടാത്തത്? എന്താണ് ഈ പറയുന്ന ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കാരണം? ഇവിടെ ഞാൻ പറയട്ടെ, ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി ഇവിടെയുള്ള ഇലക്ട്രൽ ബോണ്ട് വഴി 1500 കോടിയാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്ന് മേടിച്ചത്. നിഷേധിക്കാൻ പറ്റുമോ? ഇലക്ട്രൽ ബോണ്ട് 2024 ഇല്ലാതാക്കിയെങ്കിൽ പോലും ഇലക്ട്രൽ ബോണ്ട് വഴി 3141 കമ്പനികളിൽ നിന്ന് നേരിട്ടുള്ള, അല്ലാതെ മറ്റ് മരുന്ന് കമ്പനികൾ അങ്ങനെയുള്ള അത് വേറെ, ഇങ്ങനെ 1500 കോടി ഉറുപ്പിക മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എന്താ സംശയമുള്ളത്? അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത്?
ഇത് ഇപ്പം പിന്നെ ജാസ്മിൻ ഷാ പറയുന്ന പോലെ അത്ര ലളിതമല്ല കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടണം, ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ സമരവേദിയിൽ വന്ന ആളുകൾ ഉണ്ടല്ലോ, ആരൊക്കെയായിരുന്നു അത്? അപ്പം ഇത് തെറ്റായ ഒരു സന്ദേശം നൽകുന്നുണ്ട് സമൂഹത്തിന്. ഒരു മന്ത്രി പോകുമ്പം അവരെ കൂകി വിളിക്കുക, എന്നിട്ട് കുറെ UDF നേതാക്കന്മാർ അവിടെ നിന്നിരുന്ന് അവരെല്ലാം പുകഴ്ത്തുക. ഇതെല്ലാം നിങ്ങൾ ചെയ്ത കാര്യമാണ്. വരുത്തിയിട്ട് നമ്മൾ വീണ്ടും ആ വിഷയത്തിൽ തന്നെ ഊന്നേണ്ടതില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെടുന്നത്. ഞാൻ വരാം ജാസ്മിൻ ഷാ, അതിന് മുൻപ് ഞാൻ വരാം. ശരി ഓക്കെ എന്തായാലും ഞാൻ വരാം. നമ്മൾ ആ വിഷയത്തിൽ അവർ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നീടും അതിൽ തന്നെ ചർച്ചകൾ കേന്ദ്രീകരിക്കേണ്ടതില്ല. ശ്രീ അൻവർ അലി, നോക്കൂ, ഇവിടെ പേയിങ് കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല ഉള്ളത് എന്നുള്ളത് ഈ ചർച്ചയിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറുകിട ആശുപത്രികൾക്കാണല്ലോ അത് സാധിക്കാതെ വരിക. ഇവിടെ പ്രശ്നം വൻകിട കോർപ്പറേറ്റുകൾക്കാണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മറ്റെന്തിനോ വേണ്ടി പ്രവർത്തിച്ച് സമരം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെ, നഴ്സുമാരെ പൂട്ടിയിടുന്ന നിലയിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ ആരോടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്? നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരല്ലേ അവർ. അപ്പോൾ 10 വർഷം മുൻപ് വാങ്ങിയ അതേ കൂലി കൊണ്ട് ഇപ്പോഴും അവർ ജീവിക്കണമെന്ന് പറയുന്നതിലെ നീതികേടിനെ എന്താണ് കാണാത്തത്? ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പിന്നെ വിശദീകരിക്കേണ്ടതുണ്ട് തോന്നുന്നു. ഒന്ന്, KPH ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളൊരു ചോദ്യം, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ധ്വനി ഇവിടെ വർത്തമാനമായിട്ട് വന്നു. അത് ഒരിക്കലും ശരിയല്ല. പിന്നെ കോർപ്പറേറ്റ് മേഖലകൾക്ക് വേണ്ടിയിട്ട് KPH നിലകൊള്ളേണ്ട ആവശ്യമില്ല. കാരണം കോർപ്പറേറ്റുകൾക്ക് അവരുടേതായ എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ്. KPH പ്രധാനമായും നിലകൊള്ളുന്നത് ഏറ്റവും ചെറിയ ഹോസ്പിറ്റലുകൾ മുതൽ മിഡിൽ ക്ലാസ്സും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റലുകൾക്കും വേണ്ടിയിട്ടാണ്. ഏറ്റവും ചെറിയ ക്ലിനിക്കുകൾ മുതൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാവരും KPHൽ മെമ്പർമാരാണ്. എല്ലാ ആശുപത്രികളും KPH തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം KPH എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന, അതിൽ തന്നെ ഏറ്റവും ചെറുകിട ഹോസ്പിറ്റലുകൾ, മീഡിയം ഹോസ്പിറ്റലുകൾ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രീതിയിലാണ് എപ്പോഴും KPH നിന്നിട്ടുള്ളത്. ഈ കോർപ്പറേറ്റുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ള ഹോസ്പിറ്റലുകളുടെ പ്രശ്നങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. കോർപ്പറേറ്റ് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് ഇതിലൊക്കെ പെട്ടുന്ന, ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആണെങ്കിൽ 30,000-ന് മേലെയാണ് അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി. മറ്റു പല നിങ്ങളുടെ സമീപനത്തിലെ പൊള്ളത്തരം അവിടെ തന്നെ വെളിവാക്കുന്നുണ്ട്. കാരണം ഈ പ്രശ്നത്തിലേക്ക്, ഈ അടിസ്ഥാന ശമ്പളവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ചെറുകിട ആശുപത്രികൾക്കല്ലല്ലോ പ്രശ്നം. അപ്പോൾ തന്നെ നിങ്ങളുടെ നിലപാടിലെ പൊള്ളത്തരം വെളിവാകുന്നില്ലേ? അത് നിങ്ങൾ ഒരു വശം മാത്രം കേട്ട് അത് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഈ 300-400 ഹോസ്പിറ്റലുകൾ ഒപ്പിട്ടു എന്ന് പറയുന്നത് ഏത് ഹോസ്പിറ്റലുകളാണെന്നുള്ള വെളിവാക്കാൻ ഉള്ളത് പിന്നെ വരണം. കാരണം ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ പല ഹോസ്പിറ്റലുകളും, ഇവർ ഈ പറയപ്പെടുന്ന പല ഹോസ്പിറ്റലുകളും, ഇന്നിപ്പോൾ പറഞ്ഞ പിന്നെ ബിലീവേഴ്സ് ചർച്ച് പോലും അങ്ങനെ ഒരു ഇത് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാവുന്ന ഒരു ഹോസ്പിറ്റലുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ പിന്നെ 40,000 കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടില്ല. അത് ഈ 300-400 എന്നുള്ളത് ഗിബൽസിനെക്കാളും വലിയ തന്ത്രത്തിലാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. അത് തെറ്റാണ്, ഒരു നിലയ്ക്കും ശരിയല്ലാത്ത ഞാൻ അതിൽ ആ പോയിന്റിൽ ജാസ്മിൻ ഷാ ഏറ്റവും പ്രധാനമായി ഇവിടെ ഉന്നയിച്ച വാദം 300-400 ആശുപത്രികൾ ഒപ്പിട്ടു എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് KPHയുടെ പ്രതിനിധി തന്നെ പറയുകയാണ്. ഈ KPH എന്ന് പറയുന്ന സംഘടനയെ ഭയപ്പെട്ടിട്ടാണ് ഇവർ ഈ പറയുന്ന ആശുപത്രികൾ മിക്കതും ഒപ്പിടാതിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ അവരെന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, കുന്നംകുളം മലങ്കര ആശുപത്രി, പരുമല ആശുപത്രി, സെന്റ് ഗ്രിഗോറിയസ് ആശുപത്രി, ഈ പറയുന്ന മറ്റെന്താ പറയുക, ഈ പറയുന്ന ആശുപത്രികളെല്ലാം. കാരണം ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ ഇവരുടെ പേര് പറഞ്ഞിട്ട് ഇവർ വലിയ പ്രഷർ കൊടുക്കണം ആ കരാറിന് പിന്മാറാൻ. ഇല്ല എന്നെന്താ പറഞ്ഞിട്ട് ഏതെങ്കിലും ആശുപത്രി മാനേജ്മെന്റ് അല്ല, അതിൽ പറയാവുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പല ഹോസ്പിറ്റലുകളും ക്രിസ്ത്യൻ അസോസിയേഷന്റെ കീഴിൽ വരുന്നതാണ്. ക്രിസ്ത്യൻ അസോസിയേഷന്റെ ഭാരവാഹികളുമായിട്ട് നിരന്തരമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അവരും KPHയുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. അവര് പറയുന്നത് ചെറിയ ഹോസ്പിറ്റലുകൾ ഒന്നും ഇത് കൊടുത്തു കഴിയില്ല, അതുകൊണ്ട് അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. നാളെ 14 ആശുപത്രികൾ ഒപ്പിടും.
ഞാൻ പറയുന്നത് കോഴിക്കോട് ജില്ലയിലൊഴികെ കോഴിക്കോട് ജില്ലയിൽ ആരും ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഞാൻ ചോദിക്കണേ, ഈ പറയുന്ന എലൈറ്റ് ആശുപത്രി നിങ്ങളുടെ യൂണിയനിലുണ്ടായിരുന്നോ? അല്ല നിങ്ങളുടെ യൂണിയൻ്റെ ഭാഗമായിരുന്നോ? ഈ മദർ ആശുപത്രി ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ തന്നെയാണ് അവിടെ സമരം നടത്തിയത്. അവിടെ ഏറ്റവും കൂടുതൽ സമരം നടത്താനുള്ള കാരണം KPHയുടെ നിലപാടായിരുന്നു. പക്ഷേ ഇന്ന് അവർ തിരുത്തിയിരിക്കുന്നു. കാരണം ഈ പറയുന്ന ആശുപത്രികളൊക്കെ ചെറിയ ആശുപത്രിയാണ്. ഈ പറയുന്ന കോർപ്പറേറ്റ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ബേബി മെമ്മോറിയൽ സ്റ്റാർട്ടിംഗ് സ്റ്റാലിന് 30,000 മുകളിലാണ്. 22,000 പിള്ളേർക്ക് ഞങ്ങൾ കാണിക്കണോ? ഞങ്ങൾ കാണിച്ചാൽ താങ്കൾ ഇടപെടുമോ 40,000 ഈ പറയുന്ന ആശുപത്രികളിൽ ഒരുപാട് പേർ ലോക്കം എന്നുള്ള പേരിൽ, കോൺട്രാക്ട് എന്നുള്ള പേരിൽ എന്തെല്ലാം പേരിട്ടിട്ടാണ് നിങ്ങൾ ഈ ആളുകൾ വിളിക്കുന്നത്? നേരത്തെ പറഞ്ഞ എലൈറ്റും അതുപോലത്തെ സണ്ണും പോലെയുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള പല ഹോസ്പിറ്റലുകളും ഇവർ പറയുന്ന രീതിയിൽ ഒപ്പിട്ടിട്ടില്ല. ഓക്കെ, ആ ചർച്ച അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ 300-ഉം 400-ഉം എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്നുള്ള വളരെ വ്യക്തമായിട്ട് പിന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ തന്നെ പറയുന്ന ഒരു കാര്യം എതിരെന്നുള്ളത് ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഓൾറെഡി പലയിടത്തും ഇതിനെ അടുത്തും മേലെയുമൊക്കെ ആയിട്ട് കൊടുക്കുന്നവരുണ്ട്. അവർക്ക് ഇതിൽ ചെറിയൊരു സംഖ്യയും കൂടി കൂട്ടിയാൽ അവർക്ക് കൊടുക്കുന്നതിന് വലിയ പ്രയാസമല്ല. പക്ഷേ ഇവിടെ ചെറിയ ഹോസ്പിറ്റൽസും മിഡിൽ ലെവലിലുള്ള ഹോസ്പിറ്റൽസുമാണ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അത് മാത്രമല്ല, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, മിനിമം വേജസ് എന്ന് പറയുന്നതിന് നിയമപരമായ ചില അടിസ്ഥാനങ്ങളുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് 30,000 വേണം, 1 ലക്ഷം വേണം എന്ന് പറഞ്ഞാൽ മിനിമം വേജസ് ആക്കാൻ കഴിയില്ല. ഒരു ഇടവേള വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. ഞാൻ വരാം, ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം വരാം. മടങ്ങിയെത്തുമ്പോൾ ജാസ്മിൻ ഷാ, അപ്പോൾ ആകത്തുകയിൽ 422 ആശുപത്രികൾ ഒപ്പിട്ടു, 14ഓളം ആശുപത്രികൾ നാളെ ഒപ്പിടും. അപ്പോഴും ബാക്കി ഇനിയും സംഖ്യയുണ്ട്. അവസാനത്തെ മാനേജ്മെന്റും വഴങ്ങും വരെ സമരം തുടരും എന്നത് തന്നെയാണോ തീരുമാനം? അതെ, ഇപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ മറ്റൊരു നോടും കൂടി ഞാൻ പൊളിച്ചുതരാം. അദ്ദേഹം പറഞ്ഞു ഒപ്പിട്ടിട്ട് അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ 24 ന്യൂസിലേക്ക് അയച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ. ഒപ്പിട്ടപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളുടെ യൂണിറ്റ് നേതാക്കന്മാരും അതുപോലെ തന്നെ അവിടുത്തെ ഫാദറുമായിട്ട് എടുത്ത ഒരു ഫോട്ടോ. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ നന്നായിരിക്കും. കാരണം ഇദ്ദേഹം പറയുന്ന നുണ ഇദ്ദേഹത്തിന് മാത്രമേ നുണായിട്ടുള്ളൂ, അല്ലാതെ ജനങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും പുറത്തു വിടുന്നില്ല എന്ന് വെച്ചാൽ, ഇവർ വലിയ പ്രഷർ കോർപ്പറേറ്റുകൾ ഉപയോഗിച്ച് കൊടുക്കുന്നു. പലരും ഒപ്പിടും. ഞാൻ ഇന്ന് 3 പോസ്റ്റ് ഇട്ട് 3 ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അവർ വിളിച്ചു പറയാണ്, ജാസ്മിൻ ഷാ നിങ്ങൾ പോസ്റ്റ് ഇടുമ്പോൾ വലിയ പ്രഷർ KPHയുടെ ഭാഗത്ത് കരാറിന് പിന്മാറാനുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഇവർ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാൻ റിപ്പോർട്ടർ ചാനലിൽ അയച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് അതിസമ്മർദ്ദം. ഇന്ന് കോഴിക്കോട്ടെ ഒരു പ്രമുഖ ആശുപത്രി ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ഒപ്പിട്ടാൽ ഇവർ ഒറ്റപ്പെടുത്തും, ഞങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഇവരുടെ സഹായം ആവശ്യമാണ്. ഇത് വലിയ ഒരു എന്താ പറയുക ഗുണ്ട സംഘമാണ് ഇവര്. ഒരു കൊട്ടേഷൻ എങ്ങനെ പോലെയാണ്. കാരണം ഈ ഞാൻ പറഞ്ഞ ബേബി മെമ്മോറിയൽ, ആസ്റ്റർ, അവരൊക്കെ KPHന്റെ മെമ്പറാണോ അല്ലെന്ന് കോഴിക്കോട്. എന്തായാലും KPH എന്നൊരു സംഘടനയുടെ ഇടപെടലിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്നതാണ്. ഇനി ഇവിടെ ഇടപെടൽ നടത്തേണ്ടത് ആരാണ് എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാകുന്നു. വളരെ നന്ദി ഡോക്ടർ സോയ ജോസഫ്, രാജേഷ് ചിറപ്പാട്, ജാസ്മിൻ ഷാ, ഒപ്പം തന്നെ KPHയുടെ പ്രതിനിധിയായി പങ്കെടുത്ത അൻവർ അലി. 4 പേർക്കും നന്ദി. എൻകൗണ്ടർ പൂർണ്ണമാകുകയാണ്. ഇനി 24/24 കാണാം.